ഹലോ. ഒരു ഷോപ്പ് ഓണറെ സംബന്ധിച്ചിടത്തോളം രണ്ട് രീതിയിലാണ് അവരുടെ ബിസിനസ് വളർത്താനായിട്ട് സാധിക്കുന്നത്. ഒന്ന്, നിലവിലുള്ള കസ്റ്റമേഴ്സിനെ കൊണ്ട് കൂടുതലായിട്ട് നിങ്ങളുടെ പ്രൊഡക്റ്റ് എടുപ്പിക്കുക. രണ്ടാമത്, പുതിയ വിഭാഗം ന്യൂ ഫ്രഷ് കസ്റ്റമേഴ്സിനെ നിങ്ങളുടെ ഷോപ്പിലേക്ക് കൊണ്ടുവരിക, അല്ലെങ്കിൽ ഓൺലൈൻ വഴി കണ്ടെത്തുക എന്നുള്ളതാണ്. പുതിയ വിഭാഗം കസ്റ്റമേഴ്സ് എന്ന് പറയുമ്പോൾ ഇന്നവരെ നിങ്ങളുടെ കസ്റ്റമർ ആവാത്ത, നിങ്ങളുടെ ഷോപ്പിനെ പറ്റി, നിങ്ങളുടെ കയ്യിലുള്ള പ്രൊഡക്റ്റുകളെ പറ്റി ഒന്നും അറിയാത്ത ഒരു വിഭാഗത്തിനെ, കംപ്ലീറ്റ്ലി ഫ്രഷ് ആയിട്ടുള്ളൊരു വിഭാഗത്തിനെ നിങ്ങളുടെ ബിസിനസ്സിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത്. ഈ രണ്ട് കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്താലാണ് നിങ്ങളുടെ ബിസിനസ് വളരുള്ളൂ. ഇതല്ലാതെ ഇതിൻ്റെ പുറത്ത് വേറെ എന്ത് ചെയ്താലും നേരിട്ട് നിങ്ങൾക്കൊരു പക്ഷേ ഇൻകം കൂടിക്കൊള്ളണമെന്നില്ല, നേരിട്ട് സെയിൽ വർദ്ധിപ്പിക്കാൻ അത് സഹായിച്ചോളണമെന്നില്ല. ഇപ്പോൾ ഉദാഹരണം, നിങ്ങളുടെ ഷോപ്പിലേക്ക് പുതിയൊരു ഫർണിച്ചർ വാങ്ങിച്ചു, അത് നേരിട്ട് ഇൻകം കൊണ്ടുവരാൻ, നേരിട്ട് സെയിൽ ജനറേറ്റ് ചെയ്യാൻ നിങ്ങളെ സഹായിക്കുന്ന ഒന്നല്ല, ഇൻഡയറക്റ്റ്ലി സഹായിച്ചേക്കാം. ആദ്യം ഒരു ഷോപ്പ് ഓണർ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നേരിട്ട് നിങ്ങളുടെ ഷോപ്പിലേക്ക് ഇൻകം കൊണ്ടുവരുന്ന, സെയിൽ വർദ്ധിപ്പിക്കുന്ന കാര്യങ്ങളിൽ ആദ്യം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യണം. ഒരു ബിസിനസ്സിലെ ഇൻകം പ്രൊഡ്യൂസിങ് ആക്ടിവിറ്റീസ് രണ്ടെണ്ണമാണ് ഉള്ളത്. ഒന്ന് മാർക്കറ്റിംഗ്, രണ്ട് സെയിൽസ്. മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിൾ ഡെഫിനിഷൻ, നിങ്ങളുടെ കയ്യിൽ എന്തോ വിൽക്കാനുണ്ട്, അത് വാങ്ങാൻ തയ്യാറായിട്ടുള്ളവരെ കണ്ടെത്തുക. സെയിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടെത്തി കൊണ്ടുവന്ന ആളുകളെ കൊണ്ട് അതെടുപ്പിക്കുക. വളരെ സിമ്പിളാണ്, നമുക്കെല്ലാം അറിയാവുന്നതാണ്. ഇത് ബേസിക്കാണ്. ഈ സാധനത്തിൽ ഫോക്കസ് ചെയ്യാതെ മറ്റു പലതിലേക്കും നിങ്ങളുടെ ഫോക്കസ് മാറിപ്പോകുമ്പോഴാണ് നിങ്ങൾക്കൊരു ഫീല് വരുന്നത്, ഞാൻ പലതും ചെയ്യുന്നുണ്ട് പക്ഷേ ഷോപ്പിലെ സെയിൽ കൂടുന്നില്ല. ചെയ്യേണ്ട കാര്യമല്ല ചെയ്യുന്നത്, അതുകൊണ്ടാണ് പ്രശ്നം. ഇന്നത്തെ കാലത്ത് ഒരു ഷോപ്പ് ഓണറെ സംബന്ധിച്ചിടത്തോളം, ഒരു ഷോപ്പ് ഓണർ സ്വീകരിക്കേണ്ടത് ഒരു ഹൈബ്രിഡ് മെത്തേഡാണ്. ഷോപ്പ് പ്ലസ് ഓൺലൈൻ എന്നൊരു ഹൈബ്രിഡ് മെത്തേഡ്. ഷോപ്പ് അവിടെ ഉണ്ടായിക്കോട്ടെ, ഷോപ്പിൽ വാക്കിംഗ് കസ്റ്റമേഴ്സ് വന്നോട്ടെ, അവർ പ്രൊഡക്റ്റ് എല്ലാം എടുത്തോട്ടെ, അതോടൊപ്പം തന്നെ ഓൺലൈൻ വഴി ഒരു പുതിയ വിഭാഗം കസ്റ്റമറെ കണ്ടെത്താനായിട്ട് നോക്കണം. ഞാൻ വീഡിയോയുടെ തുടക്കം പറഞ്ഞത് ഓർക്കണ്ടാവും. രണ്ട് രീതിയിലാണ് ബിസിനസ് വളർത്താൻ പറ്റുക. ഒന്ന്, നിലവിലുള്ള കസ്റ്റമേഴ്സിന് കൂടുതലായിട്ട് വിൽക്കാം. ഒരു ടീഷർട്ട് വാങ്ങാൻ വന്ന ആളെ കൊണ്ട് ഒരു ബെൽറ്റും കൂടിയോ ഒരു പാൻറ്റും കൂടിയോ എടുപ്പിക്കുക എന്ന് ചുരുക്കം. അതെല്ലാ ടൈമിലും പോസിബിൾ ആയിക്കൊള്ളുന്നില്ല. പിന്നെയുള്ള എളുപ്പമുള്ള മെത്തേഡാണ് പുതിയ വിഭാഗം കസ്റ്റമേഴ്സിനെ കൊണ്ടുവരിക എന്നുള്ളത്. ഒരു ടീഷർട്ട് എടുത്താൽ മതി, പക്ഷെ അത് വരുന്ന ആൾ പുതിയ വിഭാഗമായിരിക്കണം, ഇന്നവരെ കസ്റ്റമർ ആവാത്ത. അപ്പോൾ അവിടെ എക്സ്ട്രാ സെയിൽ നടന്നു. സിമ്പിൾ ലോജിക്കാണ്. ഇതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഓൺലൈനിലേക്ക് വരേണ്ടത്. വാക്കിംഗ് കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ നിലവിലുള്ള കസ്റ്റമേഴ്സ്. പുതിയ വിഭാഗം കസ്റ്റമേഴ്സിനെ നിങ്ങൾക്ക് ഓൺലൈനിൽ നിന്ന് കണ്ടെത്താം. ഇപ്പോൾ അതൊരു ഹൈബ്രിഡ് മെത്തേഡായി. അപ്പം നിലവിലുള്ള അസറ്റുകൾ വെച്ചുകൊണ്ട്, നിലവിലുള്ള ഷോപ്പ്, നിലവിലുള്ള സ്റ്റാഫ്, നിലവിലുള്ള സ്റ്റോക്ക്, ഇതെല്ലാം വെച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കൂടുതലായിട്ട് സെല്ല് ചെയ്യാനായിട്ട് പറ്റും. ആ സെയിലിൻ്റെ അനുപാതം അനുസരിച്ച് നിങ്ങൾക്ക് സ്റ്റോക്ക് എക്സ്ട്രാ എടുത്താൽ മതി. ഷോപ്പുള്ളൊരു ഷോപ്പ് ഓണർ ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയ ഉപയോഗിച്ചേ മതിയാവും. 1-2 ആഴ്ച കൊണ്ട് നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാക്കാം. പക്ഷേ എന്നിട്ടും ആളുകൾ ഇങ്ങനെ മാസങ്ങളായിട്ട് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഷോപ്പ് ഓണർ ചെയ്യുന്നത് ഞാൻ കാണുന്നുണ്ട്, എനിക്കും അതേപോലെ ചെയ്യണമെന്നുണ്ട്. അത് നിങ്ങളുടെ ക്ലോത്തിങ് ഷോപ്പായിരിക്കാം, ഫാൻസി ഷോപ്പായിരിക്കാം, ഇമിറ്റേഷൻ ജ്വല്ലറിയുടെ ഷോപ്പായിരിക്കാം, എന്ത് ഷോപ്പായിക്കോട്ടെ, മൊബൈൽ ഷോപ്പായിരിക്കാം. ഇതെല്ലാം നിങ്ങളെപ്പോലെ തന്നെ ഷോപ്പുള്ള മറ്റുള്ളവർ മറ്റു സ്ഥലങ്ങളിൽ ഇതെല്ലാം ചെയ്യുന്നത് കാണുന്നുണ്ട്. പക്ഷെ നിങ്ങൾ ഇന്നവരെ ഇറങ്ങിയിട്ടില്ല. ഇവിടെ ഞങ്ങൾക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. ഡിജി സെയിൽസ് എന്ന് പറഞ്ഞാൽ തന്നെ ഷോപ്പ് ഓണേഴ്സിനെ സോഷ്യൽ മീഡിയ വഴി സെയിൽ ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നത്. നമ്മളതെല്ലാം പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഇവിടെ പല ഷോപ്പ് ഓണേഴ്സും വരുത്തുന്നൊരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതൊക്കെ കുറേ കാലങ്ങൾക്ക് മുമ്പേ ഇറങ്ങേണ്ടതായിരുന്നു, ഇപ്പം സമയം കടന്നു പോയി. ഇതാണ് ഏറ്റവും വലിയൊരു അബദ്ധം. ചില ആളുകളുടെ അത് ഈ കൊറോണ ടൈമിലൊക്കെ ഇറങ്ങിയിരുന്നെങ്കിൽ പിന്നെയും പറ്റാറുണ്ട്. ഇപ്പം അതിൻ്റെ സമയം ഒരിക്കലുമില്ല. സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇന്ന് ഇറങ്ങി 1-2 ആഴ്ച കൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കി, ഇത് വർക്കൗട്ട് ആവോ ഇല്ലയെന്ന് മനസ്സിലാക്കി, അടുത്ത ആഴ്ച അത് 1 മാസത്തിൽ താഴെ നിങ്ങൾക്ക് റിസൾട്ട് ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും സോഷ്യൽ മീഡിയ ഉപയോഗിച്ചുകൊണ്ട്. വളരെ ഫാസ്റ്റായിട്ട് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഷോപ്പ് ഓണേഴ്സിനെ സംബന്ധിച്ചിടത്തോളം മാക്സിമം പോയ 2 ആഴ്ച, 1.5 ആഴ്ചക്കുള്ളിലൊക്കെ നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. എന്താണ് ഈ റിസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? സെയിൽസാണ്. കൂടുതൽ സെയിൽ, കൂടുതൽ കസ്റ്റമേഴ്സ്, കൂടുതൽ എൻക്വയറി ചോദിച്ചു വരുന്നു, നിങ്ങളുടെ പ്രൊഡക്റ്റ് സെല്ലായി പോകുന്നു. ക്ലോത്തിങ് ഷോപ്പിൽ പ്രൊഡക്റ്റ് ആണെങ്കിൽ അത് ക്ലോത്തിങ് പ്രൊഡക്റ്റുകൾ, പെർഫ്യൂം ആണെങ്കിൽ പെർഫ്യൂം പ്രൊഡക്റ്റ്, ഫാൻസി ഷോപ്പിലാണെങ്കിൽ അതിൻ്റേതായിട്ടുള്ള പ്രൊഡക്റ്റുകൾ, മൊബൈൽ ഷോപ്പിലാണെങ്കിൽ ആക്സസറീസ്. എന്താണോ അത് സെല്ല് ചെയ്തു 1-1.5-2 ആഴ്ചക്കുള്ളിൽ നിങ്ങൾക്ക് റിസൾട്ട് ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. എത്രയും പെട്ടെന്ന് തന്നെ. എക്സ്ട്രാ സെയിൽ വേണ്ട എന്ന് ആരും ഒരിക്കലും ചിന്തിക്കില്ല. സെയിൽ എത്ര കൂടുന്നു അത്രയും നല്ലത്.
അപ്പോൾ സെയിലിലേക്ക് ലീഡ് ചെയ്യുന്ന കാര്യങ്ങളിലാണ് നിങ്ങളുടെ സമയവും പണവും ഇൻവെസ്റ്റ് ചെയ്യേണ്ടതെന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. നേരത്തെ ഒരു ഫർണിച്ചറിൻ്റെ ഉദാഹരണം പറഞ്ഞായിരുന്നല്ലോ, അതേപോലെ ഒരുപാട് കോമഡികൾ ഒരുപാട് പേര് കാണിക്കുന്നുണ്ട്. ഇതൊന്നും തന്നെ ബിസിനസ്സിലേക്ക് നേരിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക, ഇൻഡയറക്റ്റ്ലി ചിലപ്പോൾ ഹെൽപ്പ് ചെയ്തേക്കാം. ഒരു ഫർണിച്ചർ വാങ്ങിക്കാൻ നേരത്തെ ഒരു കസ്റ്റമർ വരാൻ നേരത്ത് അവർക്ക് കംഫർട്ടബിൾ ആയിട്ട് അവിടെ ഇരിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അതൊരു പക്ഷേ രണ്ടാമത് വീണ്ടും അതൊക്കെ ശരിയാണ്, അതൊക്കെ ഇൻഡയറക്റ്റ്ലി ഹെൽപ്പ് ചെയ്യുന്ന സംഗതികൾ. നേരിട്ടതൊന്നും കസ്റ്റമർ വന്നതിന് ശേഷമുള്ള കഥകളാണ് അതെല്ലാം. വരുത്താൻ അറിയൂ, വിൽക്കാൻ നിങ്ങൾ തയ്യാറായിട്ടില്ല, വിൽക്കാൻ നിങ്ങൾ തയ്യാറാണ്, പക്ഷെ വാങ്ങാൻ ഒരു വിഭാഗം തയ്യാറായിട്ടുള്ളൊരു വിഭാഗത്തിനെ കണ്ടെത്താൻ അറിയുമോ എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഇത് ചെയ്യാതെ ഈ ഒരു മാർക്കറ്റിങ്ങിനെ വില കുറച്ച് കാണാം, ബാക്കി എല്ലാത്തിലും കാശ് സ്പെൻഡ് ചെയ്യുന്നുണ്ട്, ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ട്, എഫേർട്ട് സ്പെൻഡ് ചെയ്യുന്നുണ്ട്. മാർക്കറ്റിങ്ങിൻ്റെ കേസ് വരാൻ നേരത്ത്, പുതിയ വിഭാഗം കസ്റ്റമറെ കണ്ടെത്തേണ്ട കേസ് വരാൻ നേരത്ത് മാത്രമോ അത് വർക്കൗട്ട് ആവില്ല. അത് പറ്റൂല എന്നുള്ള രീതിയാണ്. ഇങ്ങനെ നിങ്ങൾ ചിന്തിച്ചാൽ നിങ്ങൾക്ക് വരാനിരിക്കുന്ന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെയിലിലെ ഇൻകൺസിസ്റ്റൻസിയാണ്, തുടർച്ചയില്ലായ്മ. ഒരാഴ്ച സെയിലുണ്ട്, അല്ലെങ്കിൽ വല്ല സീസൺ വരാൻ നേരത്ത് സെയിൽ കിട്ടിയാൽ കിട്ടി, അല്ലെങ്കിൽ നിലവിലുള്ള പോലെ തന്നെ സെയിലൊക്കെ ഉണ്ട്, അതിൽ നിന്നൊരു ഉയർച്ചയല്ല, ഒരു റൂഫിൽ ഇടിച്ച് നിൽക്കണ ഒരു ഫീലിംഗ് ആയിരിക്കും. ഇങ്ങനെ തട്ടി 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 ഇങ്ങനെ നിൽക്കണം, ഇതിൻ്റെ അപ്പുറത്തേക്ക് ഇല്ലേ, തീർന്നോ, പരിപാടി കഴിഞ്ഞു എന്നൊരു ഫീലായിരിക്കും. ആ റൂഫ് പൊട്ടിച്ച് പുറത്ത് കിടക്കാനായിട്ട് സാധിക്കില്ല. ചില മാസങ്ങളിൽ സെയിലുണ്ട്, ചിലതിലില്ല. കഴിഞ്ഞൊരു 3-4 വർഷങ്ങളായിട്ട് ഇങ്ങനെ തന്നെ ഇങ്ങനെ പോകുന്നുണ്ട്. ആ ഒരു രീതി അത് പൊട്ടിച്ച് പുറത്ത് കിടക്കണമെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ പുതിയ വിഭാഗം കസ്റ്റമേഴ്സ് കടന്നു വന്നെ. ഇന്നും നിങ്ങളുടെ ജംഗ്ഷൻ ആവട്ടെ, സിറ്റി ആവട്ടെ, ആ പ്രദേശത്തുള്ള പല ഷോപ്പുകളും അങ്ങനെ ഒരു ഷോപ്പ് അവിടെ ഉണ്ടെന്ന് നിങ്ങൾ തന്നെ അറിഞ്ഞത് എങ്ങനെയാണ്? സോഷ്യൽ മീഡിയ വഴിയാണ്. സെർച്ച് ചെയ്ത് നോക്കുമ്പോഴാണ് അങ്ങനെ ഒരു ഷോപ്പ് അവിടെ ഉണ്ടായിരുന്നോ, എനിക്കറിയില്ലായിരുന്നു. ഞാൻ കാര്യം ഒരു 3-4 വർഷമായിട്ട് അവിടെ ബിസിനസ് ചെയ്യുന്നുണ്ട്, പക്ഷേ ഞാൻ അങ്ങനെ ഒരു ഷോപ്പ് അവിടെ ആ സിറ്റിയിൽ കണ്ടിട്ടില്ല. ഇത് സോഷ്യൽ മീഡിയ വരെയാണ് പലരും അറിയുന്നത്. അത് പല റെസ്റ്റോറൻ്റ് ആവട്ടെ, എന്തോ ആയിക്കോട്ടെ, എന്ത് ഷോപ്പും ആയിക്കോട്ടെ. അപ്പോൾ സോഷ്യൽ മീഡിയയുടെ പവറിനെ ഒരിക്കലും വില കുറച്ച് കാണരുത് ഒരു ഷോപ്പ് ഓണർ. നിങ്ങൾക്കൊരു ഷോപ്പ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇന്നത്തെ കാലത്ത് ഒരു ഹൈബ്രിഡ് മെത്തേഡ് നിങ്ങൾ സ്വീകരിക്കണം. സോഷ്യൽ മീഡിയയിലേക്ക് ഇറങ്ങാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. സോഷ്യൽ മീഡിയയിലേക്ക് ഇറങ്ങി പുതിയ വിഭാഗം കസ്റ്റമേഴ്സിനെ കണ്ടെത്താനായിട്ട് ശ്രമിക്കണം. ശരിക്കും പറഞ്ഞാൽ ബിസിനസ്സിലെ വളർച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺസിസ്റ്റൻറ്റ് ഫ്ലോ ഓഫ് ന്യൂ കസ്റ്റമേഴ്സ് എന്നാണ് പറയുക. മാർക്കറ്റിംഗ് പഠിച്ചിട്ടുള്ളവർ കൺസിസ്റ്റൻറ്റ് ഫ്ലോ ഓഫ് ന്യൂ കസ്റ്റമേഴ്സ്, തുടർച്ചയായ പുതിയ കസ്റ്റമേഴ്സിൻ്റെ വരവുണ്ടായിരിക്കണം. ആ വരവ് തുടർച്ചയായിട്ട് വരെയും വേണം. ഒരു കനാൽ സങ്കല്പിച്ചാൽ മതി. ആ കനാലിൻ്റെ എൻഡിൽ നിങ്ങളുടെ ഷോപ്പ്. ആ ഒഴുക്ക് വേണം, ഇടതടവില്ലാതെ വേണം. വല്ലപ്പോഴൊക്കെ അതിൽ കൂടെ ഒഴുകിയിട്ട് കാര്യമില്ല. അതിങ്ങനെ തുടർച്ചയായിട്ട് ഇങ്ങനെ ഒരു ഫ്ലോ പോലെ, ഇങ്ങനെ ഒരു ചാനൽ, ഒരു കനാൽ പോലെ നിങ്ങൾ വെട്ടണം, നിങ്ങളുടെ ഷോപ്പിലേക്ക് വെട്ടണം. അതാണ് സോഷ്യൽ മീഡിയ. അപ്പോൾ പുതിയ മെത്തേഡ്. ഇനി അതല്ലെങ്കിൽ പിന്നെയുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ജംഗ്ഷനിലോ വേറെ സിറ്റിയിലൊക്കെ ഒരു ഷോപ്പ് ഇടാം. അപ്പോൾ എന്താ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സിസ്റ്റിംഗ് അസറ്റിന് പുറമെ പുതിയ അസറ്റുകൾ ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും, പുതിയതായിട്ട് അഡ്വാൻസ് കൊടുക്കേണ്ടതായിട്ട് വരും, പുതിയതായിട്ട് ഇൻറ്റീരിയർ ചെയ്യേണ്ടതായിട്ട് വരും, പുതിയ സ്റ്റാഫിനെ ഹയർ ചെയ്യേണ്ടതായിട്ട് വരും, എക്സ്ട്രാ സ്റ്റോക്ക് ഫില്ല് ചെയ്യേണ്ടതായിട്ട് വരും, സെയിൽ വരുമോ ഇല്ലയെന്ന് അറിയാതെ തന്നെ മുൻകൂട്ടി അതൊക്കെ ചെയ്യേണ്ടതായിട്ട് വരും. അത് പുതിയ ഒരു അസറ്റ് റെപ്ലിക്കേറ്റ് ചെയ്യുകയാണ് നമ്മൾ. സോഷ്യൽ മീഡിയയുടെ ഗുണം എന്താ, ഓൺലൈനിലേക്ക് ഇറങ്ങുമ്പോൾ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിലവിലുള്ള അസറ്റുകൾ വെച്ചുകൊണ്ട്, നിലവിലുള്ള ഷോപ്പ്, സ്റ്റാഫ്, സ്റ്റോക്ക് ഇത് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയിലേക്ക് ഇറങ്ങാനായിട്ട് സാധിക്കും. എന്നിട്ട് വർക്കൗട്ട് ആവേണമെങ്കിൽ നിങ്ങൾ ചെയ്തു വേറെ സ്ഥലത്തേക്ക്. ഒരുപാട് പേര് ഇന്നത്തെ കാലത്ത് ഓൺലൈനിൽ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഷോപ്പ് തുടങ്ങുന്നവരുണ്ട്. നിങ്ങൾ ഓൾറെഡി ഷോപ്പ് തുടങ്ങി കഴിഞ്ഞു, ഇനി ഓൺലൈനിലേക്ക് ഇറങ്ങിയാൽ മതി. ഇന്നത്തെ കാലത്ത് ഏറ്റവും എളുപ്പത്തിൽ ഓൺലൈനിലേക്ക് ഇറങ്ങാൻ സാധിക്കുന്നത് ഒരു ഷോപ്പുള്ള ഒരാൾക്കാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഓൾറെഡി സ്റ്റോക്ക് നിങ്ങളുടെ കയ്യിലിരിക്കുകയാണല്ലോ, പ്രൊഡക്റ്റ് നിങ്ങളുടെ കയ്യിലിരിക്കുകയാണ്, അതിൻ്റെ പ്രൈസ് റേഞ്ച് നിങ്ങൾക്കറിയാം, കൺസ്യൂമേഴ്സിൻ്റെ ബിഹേവിയർ നിങ്ങൾക്കറിയാം, എന്ത് പറഞ്ഞാൽ കസ്റ്റമർ എടുക്കുമെന്ന് അറിയാം, പച്ച സെല്ല് ചെയ്തു പോവോ, നീല സെല്ല് ചെയ്തു പോവോ, വലിപ്പം കൂടിയതാണോ കുറഞ്ഞതാണോ, ഇതെല്ലാം നിങ്ങൾക്കറിയാം. ഇനി നിങ്ങൾക്ക് ജസ്റ്റ് എൻ്റർ ചെയ്യേണ്ട കാര്യം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരു ഷോപ്പ് ഓണറാണെങ്കിൽ നിർബന്ധമായിട്ട് ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുക. ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാം. സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് ഡിജി സെയിൽസ് ഷോപ്പ് ഓണേഴ്സിനെ എങ്ങനെ സെല്ല് ചെയ്യുക, എങ്ങനെ പുതിയ വിഭാഗം കസ്റ്റമർ കണ്ടെത്താം, എങ്ങനെ അവരെ കൊണ്ട് നിങ്ങളുടെ പ്രൊഡക്റ്റ് എടുപ്പിക്കുക എന്നാണ് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നത്. നമ്മളുടെ പ്രോഗ്രാമുകളെല്ലാം തന്നെ ഷോപ്പ് ഓണേഴ്സിന് വേണ്ടി പ്രത്യേകം ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ്. അതായത് മറ്റു ബിസിനസ് ഓണേഴ്സ് ആരുമില്ല. അതായത് മാനുഫാക്ചേഴ്സ്, ഫുഡിൻ്റെ മറ്റു ബിസിനസ് ചെയ്യുന്നവർ, പുറത്ത് സർവീസ് ബിസിനസ് അവരാരും തന്നെ ഇല്ല. ജസ്റ്റ് ഷോപ്പ് ഓണേഴ്സിന് പ്രോപ്പറായിട്ടാണ് നമ്മളുടെ പ്രോഗ്രാമുകളെല്ലാം ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കത് യൂസ്ഫുൾ ആകോ ഇല്ല എന്നുള്ളൊരു ചോദ്യം വേണ്ട.
അപ്പോൾ ഇത്തരം പ്രോഗ്രാമിലേക്കൊക്കെ പങ്കെടുക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ട്, നിങ്ങളൊരു ഷോപ്പ് ഓണറാണെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് താഴെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതുപോലുള്ള ഉപകാരപ്പെടുന്ന ബിസിനസ് വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.